കാമ്പശ്ശേരി കരുണാകരൻ ലൈബ്രറി സംഘാടകർക്കും ഈ അവാർഡിനെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾക്കുമുള്ള നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. പത്രാധിപർ, നാടകപ്രവർത്തകൻ, സിനിമാ പ്രവർത്തകൻ, നിയമസഭാ സാമാജികൻ എന്നിങ്ങനെ സാധാരണഗതിയിൽ ആളുകൾക്ക് അധികം എളുപ്പം പെരുമാറാൻ പറ്റാത്ത വ്യത്യസ്തമായ ഇടങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും പെരുമാറുകയും നല്ല തെളിമയുള്ള അടയാളങ്ങൾ ബാക്കിവെക്കുകയും ചെയ്ത കാമ്പശ്ശേരി കരുണാകരൻ്റെ നാമധേയത്തിലുള്ള ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിൽ നിശ്ചയമായും വലിയ അഭിമാനമുണ്ട്, സന്തോഷം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്റ്റാൻ സ്വാമിയെക്കുറിച്ച എഡിറ്റോറിയലിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. സ്റ്റാൻ സ്വാമി മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റാൻ സ്വാമി മരണപ്പെടുന്നതിനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ എഡിറ്റോറിയൽ എഴുതപ്പെട്ടിരുന്നത്. അതൊന്നുമില്ല, വളരെ ലളിതമായൊരു കാര്യമാണ്. 84 വയസ്സായ പാർക്കിൻസൺസ് രോഗിയായ ഒരു മനുഷ്യൻ ഒരൊറ്റ ആവശ്യം കോടതിക്ക് മുമ്പാകെ വെക്കുകയാണ്, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിന് മുമ്പാകെ വെക്കുകയാണ്. എനിക്ക് കൈ കൊണ്ട് ഗ്ലാസ് പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ ഒരു സിപ്പർ കപ്പും ഒരു സ്ട്രോയും അനുവദിച്ചു തരണം എന്ന് അദ്ദേഹം ജയിൽ അധികൃതർ എഴുതുകയാണ്. ആ എഴുത്തിൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്: എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ബാഗിൽ ഈ സിപ്പർ കപ്പും സ്ട്രോയും ഉണ്ടായിരുന്നു, അതുതന്നെ തിരിച്ചു തന്നാൽ മതി, അതിന് ദയവുണ്ടാകണമെന്ന് ഒരു സ്വാത്വികനായിട്ടുള്ള ഒരു പുരോഹിതൻ 84 വയസ്സിനിടയിൽ ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു അങ്ങേയറ്റം ലളിതമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വൃദ്ധനായ ഒരു മനുഷ്യൻ, രോഗിയായ ഒരു മനുഷ്യൻ എഴുതിക്കൊടുക്കുക. അത് എഴുതിക്കൊടുക്കേണ്ടി വരുന്നു എന്നത് തന്നെയായിരുന്നു ഒന്നാമത്തെ ദുരന്തം. എഴുതിക്കൊടുത്ത ശേഷം എന്താണ് സംഭവിക്കുന്നത്? കോടതി പ്രസ്തുത വിഷയത്തിൽ നിലപാടറിയിക്കുവാൻ NIA ചുമതലപ്പെടുത്തുകയാണ്. 20 ദിവസത്തിനകം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കപ്പും ഒരു സ്ട്രോയും കിട്ടാൻ വേണ്ടി നിലപാടറിയിക്കുവാൻ 20 ദിവസത്തിന് ശേഷം നിലപാടറിയിക്കണമെന്ന് കോടതി NIAയോട് പറയും. 20 ദിവസത്തിന് ശേഷം NIA കൊടുക്കുന്ന മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം കത്തിൽ പറഞ്ഞത് പ്രകാരമുള്ള കപ്പും സ്ട്രോയും അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഇല്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ, ബഹുമാനപ്പെട്ട കോടതി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എല്ലാവരെ കുറിച്ചും അങ്ങനെ പറയാൻ പറ്റാത്ത വിധം നമ്മുടെ നീതിന്യായ സംവിധാനം എന്തുമാത്രം മനുഷ്യത്വരഹിതമായി കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ കാഴ്ചയായിരുന്നു സ്റ്റാൻ സ്വാമിയുടെ ആ തടവുകാലം എന്ന് പറയുന്നത്. ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. UAPA ആണ് അദ്ദേഹത്തെ അവിടെ എത്തിച്ചത്. UAPA കുറിച്ച് നേരത്തെ ബഹുമാന്യനായ സഖാവ് ഖാൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. UAPA ദുരുപയോഗം എന്ന് സാധാരണ പ്രഭാഷകരും എഴുത്തുകാരനൊക്കെ ഒരു പ്രയോഗം നടത്താറുണ്ട്. UAPA ദുരുപയോഗം എന്ന പ്രയോഗം ശരിയല്ലാത്തൊരു പ്രയോഗമാണ്. UAPA ഉപയോഗമാണ് നടക്കുന്നത്. UAPA ഉണ്ടായിരിക്കുന്നത് തന്നെ ഇങ്ങനെ മനുഷ്യരെ, വ്യത്യസ്തമായി സംസാരിക്കുന്ന മനുഷ്യരെ, വിമതസ്വരങ്ങൾ ഉയർത്തുന്ന മനുഷ്യരെ, പ്രതിഷേധങ്ങൾ അറിയിക്കുന്ന മനുഷ്യരെ ഇല്ലാതാക്കുവാനാണ്, അവരെ നിശബ്ദരാക്കുവാൻ വേണ്ടിയാണ്, അവരെ ഇരുട്ടുകളിൽ അടക്കാൻ വേണ്ടിയാണ്. UAPA ദുരുപയോഗം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഇതേക്കുറിച്ചും അല്ല സംസാരിക്കാൻ വിചാരിക്കുന്നത്. UAPA കുറിച്ചൊക്കെ നമുക്ക് ധാരണകളുണ്ട്. ഇന്ന് നമ്മൾ കേരളപ്പിറവി ദിനത്തിലാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട ദിവസം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ഈ സംസ്ഥാനം എന്ന വാക്കിന്
അടിവരയിട്ട് അല്ലെങ്കിൽ ഉറപ്പോടുകൂടി പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് ഒരു കേന്ദ്ര ഭരണകൂടം, വിവിധ സംസ്ഥാനങ്ങൾ, പരിമിതമായ അല്ലെങ്കിൽ സ്വയം നിർണയാവകാശമുള്ള സ്വതന്ത്രമായ അസ്തിത്വമുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളതായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ കാഴ്ചപ്പാട്. ഫെഡറലിസം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ ഈ സംസ്ഥാനം എന്ന് പറയുന്ന ആശയം വലിയ രീതിയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സംഘപരിവാര സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ എന്തെങ്കിലും ഭരണഘടനാ ഭേദഗതികൾ നടത്തി ഭരണഘടന ഭേദഗതി ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം മാറ്റും എന്നായിരുന്നു നമ്മുടെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും ബുദ്ധിജീവികളുമൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഭരണഘടന മാറ്റാതെ തന്നെ, ഭരണഘടനയെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UAPയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ UAPയേക്കാൾ നമ്മൾ ശ്രദ്ധയോടെ കാണേണ്ടത് NIA ആണ്. ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള NIA ആക്ടിലെ ഭേദഗതി പ്രകാരം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും അവിടെയുള്ള ക്രിമിനൽ ഒഫൻസുകളിൽ ഇടപെടുവാനും കേസുകൾ എടുക്കുവാനും തുടർ നടപടികൾ സ്വീകരിക്കുവാനും NIAക്ക് സാധിക്കും. ഇന്ത്യയിൽ എവിടെയും ഓഫീസുകൾ തുടങ്ങാൻ അവർക്ക് സാധിക്കും. അതായത് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സംസ്ഥാന വിഷയം കേന്ദ്ര വിഷയമായിട്ട് തത്വത്തിലെങ്കിലും മാറി. NIA ഇനി നിയമപരമായിട്ട് അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് NIAക്ക് എവിടെയും ഇടപെടാൻ സാധിക്കുന്ന തരത്തിൽ NIA ആക്ട് ഭേദഗതി ചെയ്യും. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ട്രാഫിക് കാര്യങ്ങൾ നോക്കുവാൻ, പാസ്പോർട്ട് വെരിഫിക്കേഷൻ നോക്കുവാൻ, ഇത്തരമുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് ചുരുങ്ങുകയും ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയം കേന്ദ്രം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. 2 ആഴ്ച മുമ്പാണ് BSF നിയമത്തിൽ ഭേദഗതി വരുത്തിയത്. എന്താണ് ഭേദഗതി? അതിർത്തി സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് BSF എന്ന് പറയുന്നത്. BSFന്റെ അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ ആണ് BSFന്റെ അധികാര പരിധി ഉണ്ടായിരുന്നത്. പക്ഷെ ഒരൊറ്റ ഉത്തരവിലൂടെ ആ 15 കിലോമീറ്റർ എന്നുള്ളത് 50 കിലോമീറ്റർ ആയി മാറ്റി. പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ പകുതി ജില്ലകളും BSFന്റെ അധികാര പരിധിയിൽ വന്നു. പഞ്ചാബ് പോലീസിന്റെ പ്രസക്തി എന്താണ്? ഈ 50 കിലോമീറ്റർ പരിധിയിൽ CRPC പ്രകാരമുള്ള ഏത് നടപടി സ്വീകരിക്കാനും BSFന് അധികാരമുണ്ട്. പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, അസം ഈ 3 സംസ്ഥാനങ്ങളിലും 50 കിലോമീറ്റർ പരിധിയിൽ എങ്ങനെയും ഇടപെടാൻ BSFന് അധികാരം നൽകി ഒരൊറ്റ നോട്ടിഫിക്കേഷനുണ്ട്. പാർലമെന്റ് ചർച്ച ചെയ്തത് പോലുമില്ല, ഒരൊറ്റ നോട്ടിഫിക്കേഷനുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. 1977 കോസ്റ്റ് ഗാർഡ് ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ്. BSFന് പുതിയൊരു നോട്ടിഫിക്കേഷനിലൂടെ 50 കിലോമീറ്റർ പരിധി ആക്കി മാറ്റിയതുപോലെ കോസ്റ്റ് ഗാർഡിന്റെ അധികാര പരിധി മാറ്റുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കേരളത്തിലെ 9 ജില്ലകൾ കോസ്റ്റ് ഗാർഡിന്റെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിക്ക്, ഇവിടുത്തെ DGPക്ക്, ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവിക്ക് എന്ത് പ്രസക്തി ഉണ്ടാകും? ഇങ്ങനെ ഓരോ രംഗങ്ങളിൽ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കപ്പെടുന്ന നടപടികൾ വളരെ വളരെ അനായാസകരമായി സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് അനായാസകരമായി എന്ന് പറയാൻ കാരണം ഇതിൻ്റെ അടിസ്ഥാനം, ഈ പ്രശ്നങ്ങളുടെ തുടക്കം വരുന്നത് യഥാർത്ഥത്തിൽ GST നടപ്പിലാക്കിയതുകൊണ്ട്. ഞാൻ ഇങ്ങനെ ഗൗരവത്തിൽ ഞാൻ ഒരുപാട് സന്ദർഭങ്ങൾ ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, വളരെ പ്രസിദ്ധരായ രാഷ്ട്രീയ പ്രവർത്തകരുള്ള ഒരു സദസ്സായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം ഇതിൻ്റെ ഗൗരവം വേണ്ടത്ര തിരിച്ചറിഞ്ഞില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിൽ മമതാ ബാനർജിയും സ്റ്റാലിനും മാത്രമായിരിക്കും ഈ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം അതിൻ്റെ ഒരു അളവിൽ തിരിച്ചറിഞ്ഞ ആളുകൾ. GST വന്നതോടുകൂടി എന്താണ് സംഭവിച്ചത്? സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാശ്രയത്വം എന്ന് പറയുന്ന സംഗതി ഇല്ലാണ്ടായി.
കേന്ദ്രം നൽകുന്നത് സ്വീകരിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം, സ്വാശ്രയത്വം, അതിൻ്റെ സ്വയം നിർണ്ണയാവകാശം ഇല്ലാതാക്കിയത് GST. പക്ഷെ എളുപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം വൺ നാഷൻ വൺ ടാക്സ് വളരെ ആകർഷകമായിട്ടുള്ള മുദ്രാവാക്യമാണ്. വൺ നാഷൻ വൺ ടാക്സ്, വൺ നാഷൻ വൺ റേഷൻ കാർഡ്, വൺ നാഷൻ വൺ ഇലക്ഷൻ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രത്യക്ഷത്തിൽ വളരെ ആകർഷകമായ മുദ്രാവാക്യങ്ങളിലൂടെ നമ്മുടെ ഫെഡറൽ പോളിറ്റി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഇല്ലാതായി പോവുകയാണ്. അടുത്ത് പറ്റുന്നു നമ്മളുടെ വാഹന രജിസ്ട്രേഷൻ നമുക്കറിയാം. നമ്മൾ KL ആണ് നമ്മുടെ രജിസ്ട്രേഷൻ, തമിഴ്നാട് TN ആണ്, കർണാടക KA ആണ്. BH എന്ന പേരിൽ പുതിയ രജിസ്ട്രേഷൻ വരാൻ പോവുകയാണ്. ഇപ്പോൾ അത് ഓപ്ഷണലാണെന്നാണ് പറയുന്നത്. പക്ഷെ ഭാവിയിൽ സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ BH രജിസ്ട്രേഷൻ നടത്തുന്ന ആളുകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും, അവർക്ക് പ്രത്യേകമായ പരിഗണനകൾ വരും. ഈ സംസ്ഥാന രജിസ്ട്രേഷൻ നടത്തുന്നവർ പതുക്കെ ഇല്ലാതാക്കും. അങ്ങനെ ഈ ഒരു ഐഡന്റിറ്റി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകും. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും പ്രസക്തമായ രാഷ്ട്രീയം ഈ ഉപദേശീയതകളുടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ ഫെഡറലിസത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്. ഈ കേരളപ്പിറവി ദിനത്തിൽ അതിന് വലിയ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത കാലത്ത് ലക്ഷദ്വീപിൽ ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. അതൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റിയത്. പക്ഷേ ഇന്ത്യ മൊത്തം ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ്. നമ്മുടെ കേരളം ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി മാറുകയാണ്. ആ നിലയ്ക്ക് വളരെ സട്ടിലായിട്ട്, വളരെ പരോക്ഷമായിട്ട് ഭരണഘടനയൊന്നും മാറ്റാതെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപ് പ്രശ്നം കത്തിനിൽക്കുന്ന സമയത്ത് ലക്ഷദ്വീപിനെ കേരളത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ജനയുഗം പ്രസിദ്ധീകരിച്ചു. വളരെ എനിക്ക് തോന്നുന്നു ആ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും രാഷ്ട്രീയ ആഴമുള്ള, കാതലുള്ള ഒരു ഇടപെടലായിരുന്നു. മലയാളി സ്വത്വം എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഭാഷാ സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ മലയാളം സംസാരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ലക്ഷദ്വീപും കേരളത്തിൻ്റെ ഭാഗമാവുകയാണ് വേണ്ടത് എന്നൊരു നിലപാട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉപദേശീയതകളുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ അങ്ങേയറ്റം പ്രസക്തിയുള്ള ഒരു രാഷ്ട്രീയത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഈ കേരളപ്പിറവി ദിനത്തിൽ കാമ്പിശ്ശേരിയെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ആലോചനകളിൽ വരേണ്ട ഒരാശയം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചത്. ഒരിക്കൽ കൂടി ഈ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്ത ജൂറിയെയും ഈ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറി പ്രവർത്തകരെയും അങ്ങേയറ്റം അവരോടുള്ള നന്ദിയും കടപ്പാടും സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.